ഹായ്, എൻ്റെ പേര് മെറീന. SLBS ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫാക്കൽറ്റിയാണ്. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് CSSD എന്നുള്ളതാണ്. CSSD എന്നാൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻസ്ട്രുമെൻസും എക്യുപ്മെൻസും ഉപയോഗശേഷം സ്റ്റെറിലൈസ് ചെയ്ത് തിരിച്ച് ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് CSSD ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, വാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും അവിടുത്തെ എല്ലാ എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ലേബൽ ചെയ്യുകയും അത് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് CSSD ഡിപ്പാർട്ട്മെന്റിന്റെ പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത്. എല്ലാ ഹെൽത്ത് കെയർ മേഖലയിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദൗത്യമാണ് CSSD ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. CSSD ഡിപ്പാർട്ട്മെന്റിന് 5 പ്രധാന ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമതായി ഡീകണ്ടമിനേഷൻ. ഡീകണ്ടമിനേഷൻ എന്ന് പറയുന്നത് ഉപയോഗിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ അവിടെ നിന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ശേഖരിച്ച ശേഷം അതിലുള്ള സോയിൽ, അതുപോലെ തന്നെ ബ്ലഡ് തുടങ്ങിയ കാര്യങ്ങൾ, ഡെബ്രി നമ്മൾ അതിൽ നിന്നും റിമൂവ് ചെയ്യുകയുമാണ് ഡീകണ്ടമിനേഷൻ അല്ലെങ്കിൽ അണുവിമുക്തമാക്കുക എന്ന സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. CSSDയുടെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലീനിങ്ങിൽ വരുന്നത് അൾട്രാസോണിക് ക്ലീനിങ്, അതുപോലെ തന്നെ ഗ്യാസ് പ്ലാസ്മ, ഇൻസ്ട്രുമെന്റ് വാഷേഴ്സ്. ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ച മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് CSSDയിൽ രണ്ടാമതായി നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. CSSDയുടെ മൂന്നാമത്തെ ഫംഗ്ഷനാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷൻ എന്ന പ്രോസസ്സിൽ നടക്കുന്നത് നാം യൂസ് ചെയ്ത് കഴിഞ്ഞ, അതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് റേഡിയേഷൻ, ഹീറ്റ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നീ പ്രോസസ്സുകളിലൂടെ കടത്തിവിടുന്നതിന് ശേഷം അതിൽ മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയാസിനെയും എല്ലാം നശിപ്പിക്കുക എന്നുള്ള പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷനിൽ പ്രധാനമായും നിർവഹിക്കപ്പെടുന്നത്. നാലാമതായുള്ള CSSDയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. നാം സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെറൈൽ എൻവയോൺമെന്റിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറേജ് പ്രോസസ്സിൽ നടക്കുന്നത്. CSSDയുടെ അവസാനത്തെ ഫംഗ്ഷനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നാം ഉപയോഗിച്ച് കഴിഞ്ഞ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞ, അതുപോലെ ഡീകണ്ടമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ഇൻസ്ട്രുമെൻസിനെ നാം ഏറ്റവും അവസാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതതിൻ്റെ സ്ഥലങ്ങളിലേക്ക് നാം തിരിച്ച് കൊണ്ടെത്തിക്കുക എന്നുള്ള പ്രോസസ്സാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഈ 5 ഫംഗ്ഷൻസും, അതായത് ഡീകണ്ടമിനേഷൻ, ക്ലീനിങ്, സ്റ്റെറിലൈസേഷൻ, സ്റ്റോറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഈ 5 ഫംഗ്ഷൻസും CSSDയിലെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. നാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് പഠിക്കുമ്പോൾ CSSD ഡിപ്പാർട്ട്മെന്റ് കുറിച്ചും വളരെ വിശദമായി തന്നെ നാം ഈ കോഴ്സിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. കാരണം എങ്ങനെയാണ് CSSDയുടെ പ്രവർത്തനങ്ങൾ എന്നതുൾപ്പെടെ, അല്ലെങ്കിൽ CSSDയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാം ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ പ്രിവെൻഷനിൽ ഏറ്റവും അധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ CSSD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ 5 ഫംഗ്ഷൻസ് കൂടാതെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ചെക്കിംഗ്, ഇൻസ്ട്രുമെന്റ്സ് ലേബലിംഗ്, ഇൻസ്ട്രുമെന്റ്സ് ഇഷ്യൂയിങ് തുടങ്ങിയ കാര്യങ്ങളും ഈ CSSD ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യങ്ങളാണ്. CSSD കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.